റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ നിയമനത്തിൽ കൂടുതൽ പദവികൾ ആവശ്യപ്പെട്ട് ഘടകകക്ഷികൾ. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഭരണപരിഷ്കാര കമ്മീഷൻ പദവി ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാര കമ്മീഷൻ വിട്ടു നൽകരുതെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് KPCCയുടെ തീരുമാനം. പദവികൾ ലക്ഷ്യമിട്ട് നേതാക്കൾ തലസ്ഥാനത്ത് ഇറങ്ങുന്നുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷി. ഈ ബോർഡ് കോർപ്പറേഷൻ ഒന്നും ആയിട്ടില്ല, 3 മാസമായി പുതിയ സംസ്ഥാന സർക്കാർ വന്നിട്ട്. അല്പം നീണ്ടുപോയിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിലും കുറച്ച് വൈകി എന്നാണ് ഇന്നലെ VD സതീശൻ സൂചിപ്പിച്ചത്. LDF നിയമിച്ചവരാണ് ഇപ്പോഴും പലരും തലപ്പത്തിരിക്കുന്നത്. ചിലരൊക്കെ രാജിവെച്ചു. അതിനിടയിലാണ് ഇപ്പോൾ ഘടകകക്ഷികൾ കൂടുതൽ സമ്മർദ്ദവുമായി എത്തുകയാണോ? കൂടുതൽ പദവികൾ തങ്ങൾക്ക് വേണം എന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ. ഒരു ഭാഗത്ത് മുനീറുണ്ട്, ഒരു ഭാഗത്ത് PJ ജോസഫ് ഉണ്ട്. സുധീരൻ ഒഴിഞ്ഞതോടുകൂടി കോൺഗ്രസിനും വേണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് സാധ്യതകൾ റോഷിപാൽ? അരുൺകുമാർ, ഭരണപരിഷ്കാര കമ്മീഷനെ ചൊല്ലിയാണ് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അനൗദ്യോഗികമായ ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ബോർഡ് കോർപ്പറേഷൻ ഏതൊക്കെ കോർപ്പറേഷനും ബോർഡുകളുമാണ് ഘടകകക്ഷികൾക്ക് നൽകേണ്ടത്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫുമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി ലക്ഷ്യമിട്ട് പിടിവലി ശക്തമാക്കിയത്. കാരണം PJ ജോസഫിന് ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകണമെന്ന് ആവശ്യമുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്. അതേസമയം MK മുനീറിനെ പരിഗണിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തും. വയോജന കമ്മീഷൻ PJ ജോസഫിന് നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ട്. സമാനമായി തന്നെ ദേവരാജൻ ദില്ലിയിലെ കേരള സർക്കാരിന്റെ പ്രതിനിധി പദവി ആവശ്യപ്പെടുന്നുണ്ട്. മാണി സി കാപ്പനാകട്ടെ നോർക്കയുടെ വൈസ് ചെയർമാൻ പദവി ക്യാബിനറ്റ് റാങ്കോടെ ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളിലാണ് ഇനി തീരുമാനമാകേണ്ടത്. ഏതായാലും ബോർഡ് കോർപ്പറേഷൻ വിഭജന ചർച്ചകൾ അത് അന്തിമഘട്ടത്തിലാണ്. ഓണം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നിയമനങ്ങൾ തുടങ്ങും. ഒരേ സമയത്ത് എല്ലാ ബോർഡ് കോർപ്പറേഷൻ്റെയും നിയമനങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ഘടകകക്ഷികൾക്ക് ഏതൊക്കെ കിട്ടി അതിനനുസരിച്ചാണ് അതാത് പാർട്ടികൾ അവരുടെ പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറുക. അതിന് സമയം വേണം. ഇനി പാർട്ടിക്കകത്തുള്ള ചർച്ച വേണം. ഏതാണ്ട് ഒരു മാസത്തിനകം സെപ്റ്റംബർ മാസം അവസാനത്തോടെ മുഴുവൻ ബോർഡ് കോർപ്പറേഷൻ നിയമനവും പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ്. നിലവിൽ തന്നെ തലസ്ഥാനത്ത് ഈ ബോർഡ് കോർപ്പറേഷൻ പദവികൾ ലക്ഷ്യമിട്ട് നേതാക്കളൊക്കെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അത് ദിവസങ്ങളായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തെത്തുമ്പോൾ നേതാക്കളും ഈ പദവി ലക്ഷ്യമിട്ട് തലസ്ഥാനത്തുണ്ടാകും. അത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ പതിവാണ്. അതിൽ പുതുമയില്ല. പക്ഷേ ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം തലസ്ഥാനത്ത് ഒരുങ്ങുന്നത്. ഇതിൽ ഇനി കോൺഗ്രസിന്റെ ചർച്ചകൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൽ വനിതാ കമ്മീഷനും അതുപോലെ പ്രധാനപ്പെട്ട PSC ബോർഡ് അംഗങ്ങൾ അങ്ങനെയുള്ള പ്രധാന പദവികളൊക്കെ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. KTDC തന്നെ ഒന്നിൽ കൂടുതൽ പേർ ആവശ്യപ്പെടുന്നുണ്ട്. സമാനമായി തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിലേക്കും കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ വിശദമായ ഒരു ചർച്ച അക്കാര്യത്തിൽ നടക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് പദവി നൽകരുത് എന്ന നിർദ്ദേശം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. സമാനമായി തന്നെ തോറ്റവർ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാത്തവർ, കുറെ കാലമായി പാർട്ടിയിൽ പരിഗണിക്കപ്പെടാത്തവരുണ്ട്, അവരെയൊക്കെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇതേപോലെയാണ് ഒന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി വിട്ടു നൽകരുത് എന്ന ഒരു ആവശ്യവും കോൺഗ്രസിനകത്ത് ശക്തമാണ്. അരുൺകുമാർ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.